ഇപ്പം നമുക്കൊരു പുതിയ ഫോൺ കിട്ടി, നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് പുതിയൊരു ഫോണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കൊണ്ടുവന്ന് തന്നു. ആ ഫോൺ നിങ്ങൾ അയച്ചൊക്കെ നോക്കിയൊക്കെ സംഭവം ഉസാറാണ്. അതിൻ്റെ സൂചി കൊണ്ട് കുത്തിയിട്ട് അതിൻ്റെ സിമ്മ് ഇടാനുള്ള ആ സാധനം അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പം എങ്ങനെ ഉണ്ടാവും അല്ലേ? അത് വന്ന് ഈ സിമ്മ് ഇട്ടാൽ അത് കണക്ഷൻ കിട്ടിയാലല്ലേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ തൗഹീദ് എന്ന് പറഞ്ഞ സാധനം എന്താ നിങ്ങൾ, നമ്മളും പടച്ചോനും തമ്മിലുള്ള ഒരു സിമ്മാണ് ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവുമായിട്ട് നിങ്ങൾക്കുള്ള ഒരു കണക്ഷനാണ് തൗഹീദ്. ആ തൗഹീദ് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയാലാണ് നല്ല 5 കട്ടൻ്റെ നമുക്ക് റേഞ്ച് കിട്ടുക. അല്ലതിങ്ങനെ ഇടയ്ക്ക് മിന്നിയും കത്തിയും വട്ടട്ടും കൊണ്ട് നിൽക്കും. 5 കട്ടൻ്റെ റേഞ്ചിൽ നമുക്കൊരു തടസ്സമില്ലാത്ത നല്ലൊരു സുദൃഢമായ ഒരു ബന്ധം അത് അള്ളാഹുവുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് തൗഹീദിലൂടെ ഒരാൾ നേടുന്നത്. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ, എത്ര നമ്മൾ ഭൗതികമായ പല തരത്തിലുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടുമ്പോഴും, ഇപ്പം നല്ല ഡിഗ്രി ഉള്ള ആളുകളുണ്ടാവും, നല്ല പഠിച്ച് ഭയങ്കര ഡബിൾ PhD, പിന്നെ ഹാർവാർഡിലും അങ്ങനെ വലിയ വലിയ സ്ഥലത്തൊക്കെ പോയിട്ട് ഡിഗ്രി എടുത്ത ആളുകളെ പരിചയപ്പെടും. അവർ ഒരു വേറെ റേഞ്ചിലുള്ള ആൾക്കാരേക്കാരം അവർ സംസാരിച്ച് അവരെ ചിന്തകളും. പക്ഷേ ചില കാര്യങ്ങളിലേക്ക് എത്തുമ്പോണ്ടല്ലോ അവർ ഭയങ്കര സീറോ ആയിരിക്കും. നമ്മൾ പറയാം നമുക്ക് ഒരു ശൂന്യത അനുഭവപ്പെടുക എന്ന് പറയും. നമ്മൾ ജീവിതത്തിൽ എന്താണ് ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്ന സാധനം അത് കിട്ടാതിരിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ആളുകൾ പറ്റങ്ങട് ചെറുതാകും. കാരണം ഒരു മനസ്സിൽ ഭയങ്കരമായൊരു ശൂന്യത വരും അല്ലേ? ഇപ്പോൾ പൈസ, നമ്മൾ എത്ര വലിയ സാമ്പത്തികമായിട്ട് ഏത് സ്വാധീനമുള്ള ആളുകളുണ്ട്, ഏത് ലെവലിൽ അധികാരവും സ്വാധീനവുമുള്ള ആളുകളും അവർക്ക് ചില പ്രതിസന്ധികൾ വരുമ്പോൾ അവർക്ക് അവരുടെ മുമ്പിൽ ഒരു ശൂന്യത അനുഭവപ്പെടും. അവിടെയാണ് മനുഷ്യൻ നിരാശനാകുന്നത്. ഈ നിരാശ എന്ന് പറയുന്ന സാധനം അത് എല്ലാവർക്കും ഉള്ളതാണ്. ഇത് പൈസ ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും ബുദ്ധിയുള്ളവർക്കും ബുദ്ധിയില്ലാത്തവർക്കും സാമ്പത്തികമായും സാമൂഹികമായും ഏത് തലത്തിൽ നിൽക്കുന്ന ആളുകളും അനുഭവപ്പെടുന്ന ഒരു സാധനമാണെന്ത്? ഈ തരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങൾ. അതിൽ അവർ അനുഭവപ്പെടുന്ന ഒരു വാക്കുണ്ട്, ഒരു ശൂന്യത ഉണ്ട്. മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, സ്വകാര്യതകളിൽ ചില ആളുകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അയാൾക്ക് അങ്ങനത്തെ ഒരു പ്രയാസമുണ്ട്, നാളെ പുറത്ത് കണ്ടാൽ തോന്നൂല. അതെന്തുകൊണ്ടാണ് വെച്ചാൽ ഒരു മനുഷ്യൻ അള്ളാഹുവുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ട്. കാരണം നമുക്കെല്ലാം, നമ്മൾ വെറും ശരീരം മാത്രമല്ല, നമ്മൾ ആത്മാവുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ആത്മാവുണ്ട്, ഒരു റൂഹുണ്ട്. ആ റൂഹിന് അള്ളാഹുവുമായിട്ട് സത്യത്തിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനാണ് ഈ തൗഹീദ് എന്ന് പറഞ്ഞ സാധനം. അത് വളരെ കൃത്യമാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം ആ കണക്ഷൻ എന്ന് കൃത്യമായി പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളും മുഴുവനും ഈ ഭൂമിയിലേക്ക് അയച്ചത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ ഉമ്മത്തിലേക്കും അല്ലാഹു റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട് അല്ലേ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അള്ളാഹുവേതര ആരാധ്യ വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കാനും വേണ്ടിയിട്ട്, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച്, എത്ര പ്രവാചകന്മാർ ഭൂമിയിൽ കടന്നുപോയി. അവർ പഠിപ്പിച്ചത് മുഴുവനും ആ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന തൗഹീദിന്റെ ഏറ്റവും ഉന്നതമായ തൗഹീദുൽ ഉലൂഹിയത്താണ് അവർ ഏറ്റവും സ്ട്രെസ് കൊടുത്ത് ഇവിടെ ജനങ്ങളെ പഠിപ്പിച്ചത്. കാരണം അതാണ് ഒരു മനുഷ്യനെ അള്ളാഹുവുമായിട്ടുള്ള ശരിയായ ഒരു കണക്ഷൻ. അതാണ് ആ കണക്ഷൻ ആര് ശരിയാക്കിയോ സഹോദരങ്ങളെ, അയാൾ ജീവിതത്തിൽ വിജയിച്ചു. അതാണ് ഈ തൗഹീദും റിസാലത്തും ആഖിറത്തും എന്ന് നമ്മൾ ഇസ്ലാമിൻ്റെ 3 അടിസ്ഥാന തത്വങ്ങളായി നമ്മൾ പറയുന്ന ഈ 3 സാധനം, അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. തൗഹീദ്, റിസാലത്ത് ഇല്ലേ? റിസാലത്തിൽ വിശ്വസിക്കുമ്പോഴാണല്ലോ അള്ളാഹുവിൽ നിന്ന് വഹിയുള്ള പ്രവാചകനാണ്, അമ്പിയാക്കന്മാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മളത് അംഗീകരിക്കുന്നത്, അത് നമ്മൾ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് അതുകൊണ്ടാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അല്ലേ? എന്തിന് ഞാൻ എൻ്റെ റബ്ബിനെ അനുസരിക്കണം, എന്തിന് ഞാൻ എൻ്റെ റസൂലിനെ പിൻപറ്റണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണെന്ത്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത്.
ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല എന്നത്, ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്നത്. അപ്പോൾ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ കൃത്യമായി അറിയുന്നത്, ആ ലക്ഷ്യം എന്താണ് എന്ന് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു അവ്യക്തതല്ല. നമ്മൾ ഒരു പ്രതിസന്ധിയിൽ തട്ടി തളരുന്നൊരു പ്രശ്നമല്ല അല്ലെ. ഒരു പ്രയാസവും വിഷമൊക്കെ താൽക്കാലികമായി ഉണ്ടാകാമെങ്കിലും നമ്മൾ ആത്യന്തികമായി തളരുന്ന ഒരു പ്രശ്നം ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, അതാണ് തൗഹീദിന്റെ പ്രത്യേകത. നമ്മളിപ്പോ ഒരു വലിയ ഡിഗ്രി നേടണം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ റിസർച്ച് ചെയ്ത് എന്തെങ്കിലും ഒരു പേപ്പർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തണമെന്ന് ജീവിതത്തിലെ വലിയ ലക്ഷ്യമായി കൊണ്ടു നടന്ന് അതിനുവേണ്ടി അഹോരാത്രം ഉറക്കൊഴിച്ച് പണിയെടുത്ത് ആ ലക്ഷ്യം നിറവേറാതെ പോകുമ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന വലിയൊരു സംഘർഷവും ശൂന്യതയും ജീവിതത്തിൽ വരാനുണ്ട്. അതെന്തുകൊണ്ടാണ്? അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നയാൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് അള്ളാഹു വളരെ കൃത്യമായി മനുഷ്യനെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചത് കൊണ്ട് അവിടെ ഒരു അവ്യക്തതയില്ല, ഒരു ശൂന്യതയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. ഇതാർക്കും പറ്റുന്ന കാര്യമാണ്. ഇത് സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും, ആരോഗ്യമുള്ളവനും ആരോഗ്യമില്ലാത്തവനും, അല്ലേ, സാമൂഹികമായി ഉന്നതമായി നിൽക്കുന്നവനും സാമൂഹികമായി ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന എല്ലാവർക്കും ഒരേപോലെ കൈവരിക്കാൻ പറ്റിയ കാര്യം, അള്ളാഹു പൂർണ്ണമായി നീതിമാനാണ് എന്ന്, അല്ലേ. നിങ്ങൾ ഈ ജീവിതത്തിലെ ഭൗതികമായ കുറേ സാധനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി. ഇപ്പോൾ മക്കളുണ്ടാകുക എന്നാണ് ജീവിതത്തിലെ ലക്ഷ്യമെങ്കിൽ, ഒരു നല്ലൊരു കുടുംബം ഉണ്ടാകുകയാണ് ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യമെങ്കിൽ, സഹോദരങ്ങളെ, നല്ലൊരു ഭാര്യാഭർത്തൃ ബന്ധം ഇല്ലാതെ പോയ ആളുകൾ ജീവിതത്തിൽ സങ്കടപ്പെടണം, അല്ലേ. മക്കളില്ലാത്തവർ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ എന്തൊക്കെ ഇപ്പോൾ സമ്പത്താകട്ടെ, അല്ലേ, നല്ല ശമ്പളമുള്ള അല്ലെങ്കിൽ നല്ല സാമ്പത്തിക അവസ്ഥ ഉണ്ടാകുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത് ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറുന്ന ഒരവസ്ഥ നമ്മൾ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? ആ അവസ്ഥ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരാണ് എന്ന ഒരു കുറ്റബോധവും ഒരു ആത്മസംഘർഷവും ഒരു സങ്കടവും അത് പഴുക്കെ നിരാശയിലേക്കും ഡിപ്രഷനിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യും? അത് വഴിമാറിപ്പോകും. പക്ഷെ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ലക്ഷ്യമായി വെച്ച കാര്യം. അതെന്താണ്? അത് അല്ലാഹുവിനെ ഏകനാക്കുക. ഇത് നിസ്സാരമായി തോന്നും, പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിനെ ആരാധനയിൽ ഏകനാക്കുക. കാരണം ഇല്ലാ ലിയഅ്ബുദൂനി എന്നതിന് മഹാനായ റഈസുൽ മുഫസ്സിരീനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം ഇല്ലാ ലിയുവഹിദൂനി എന്നാണ്. ആരാധനയിൽ അല്ലാഹുവിനെ ഏകനാക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യം. അതാണ്. അതുകൊണ്ട് അതെങ്ങനെയാണ് കൈവരിക്കുക? ഈ ജീവിതവുമായി ആരാധന എത്ര കണക്റ്റഡ് ആണ്, എത്ര ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് നമ്മൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതറിയുന്നിടത്താണ്, അത് മനസ്സിലാക്കുന്നിടത്താണ്, അത് പ്രയോഗവൽക്കരിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം നമുക്ക് ഭയങ്കര സന്തോഷകരമാക്കി മാറ്റാൻ, അള്ളാഹുവിലേക്കുള്ളൊരു യാത്രയാക്കി മാറ്റാൻ, ഒരു പ്രതിസന്ധിയിലും തളരാത്ത, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മിന്നാതെ കെടാത്ത 5 കട്ടുള്ള ഒരു കണക്ഷനായിട്ട് മരണം വരെ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഈ വലിയൊരു ലക്ഷ്യം, അള്ളാഹു മുമ്പിൽ വരച്ചു കാട്ടിയ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മറക്കാതിരിക്കണം. നമ്മളത് അടിവരയിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ചോദിക്കി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാം. അപ്പൊ എന്താണ് ആരാധന എന്ന് പറയുമ്പം? ആരാധന എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. എന്താണ് ആരാധന? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളുമാണ് ആരാധന എന്ന് പറഞ്ഞാൽ. എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട സംസാരം, ചിന്തകൾ, പ്രവർത്തനങ്ങൾ, അത് പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ, ഒരാൾക്ക് മനസ്സിലാകണതാകട്ടെ മനസ്സിലാകാത്തതാകട്ടെ, ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നതാകട്ടെ, ഞാൻ ചെയ്യുന്ന അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, ഞാൻ എൻ്റെ നാവുകൾ കൊണ്ട് പറയുന്നതാകട്ടെ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചെയ്യുന്നതാകട്ടെ, ഇതൊക്കെ ആരാധനയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അദ്ദുആഹു ഹുവൽ ഇബാദ. പ്രാർത്ഥന, അതുതന്നെയാണ് ആരാധന.
അതുതന്നെയാണ് ആരാധന. നിങ്ങൾ ആലോചിച്ച് നോക്കി, എപ്പോഴാണ് ഒരാൾ പ്രാർത്ഥിക്കുക? അതാലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്. എപ്പോഴാണ് ഒരാൾ പ്രാർത്ഥിക്കുക? ഒരാൾ പ്രാർത്ഥിക്കപ്പോഴാണ് ചോദിച്ചാൽ, നമുക്കൊരാവശ്യം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കും. പക്ഷേ നമ്മൾക്ക് കുറേ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മളെ മനസ്സിൽ കുറേ നമ്മളെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടും നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്താണ്? ഇപ്പം ഞാനിവിടുന്ന് ഒരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വിമാനത്താവളത്തിലേക്ക് ഞാൻ വണ്ടി വിളിച്ച് പോവുകയാണെങ്കിൽ, ആ വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് എനിക്ക് അവിടെ എത്തണം എന്ന് തീരുമാനിച്ച് ഞാനിവിടുന്ന് ഒരു വണ്ടി കയറുമ്പോൾ സഹോദരങ്ങളെ, അതിൻ്റെ ഇപ്പം ഞാൻ 2 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ 3 മണിക്കൂർ മുമ്പ് അവിടെ എത്തണമല്ലോ. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 11 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ 11 മണിക്ക് ഞാൻ അവിടെ എത്തണമെങ്കിൽ ഇവിടുന്ന് അരമണിക്കൂർ യാത്ര ഉണ്ടെങ്കിൽ ഞാൻ 1 മണിക്കൂർ കണ്ടിട്ടാണ് ഇറങ്ങുക. എന്തിനാണ്? ഒരു ബ്ലോക്കൊക്കെ ഉണ്ടായാലും ഒരു പ്രതിസന്ധി ഇല്ലാതെ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ ഇറങ്ങുമ്പം എൻ്റെ മനസ്സിൽ എന്തുണ്ട്? ഒരു പ്രയാസം ഇപ്പം എൻ്റെ മനസ്സിലില്ല. കാരണം ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കറക്റ്റാണ്, ടിക്കറ്റ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ സഹോദരങ്ങളെ, അപ്രതീക്ഷിതമായി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി 2 ബ്ലോക്കിലും കുടുങ്ങിയിട്ട് ഞാൻ ആ 11 മണിക്ക് എയർപോർട്ടിൽ എത്തൂല എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങുന്നിടത്ത് നമ്മുടെ പ്രാർത്ഥനക്ക് മറ്റൊരു ഡയമെൻഷൻ വരും. നമ്മുടെ പ്രാർത്ഥനൻ്റെ തലം മാറും. പിന്നെ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച പോലെ ആവില്ല നമ്മളെ പ്രാർത്ഥന. നമ്മൾ കുറച്ചുകൂടി ആത്മാർത്ഥമായി ഉള്ളുരുകി അള്ളാഹുവിനോട് നമ്മൾ കണക്റ്റഡ് ആവും. റബ്ബേ, നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂലട്ടോ, ഞാൻ വിചാരിച്ചോടത്തുനിന്ന് വിട്ടുകണ്, ഞാൻ വിചാരിച്ചോടത്തുനിന്ന് കാര്യങ്ങൾ വിട്ടുകണ്, എൻ്റെ കൈ വിട്ടുപോയിട്ടുണ്ട്, ഇനി ഞാൻ സമയത്തിന് എത്തണമെങ്കിൽ നീ വിചാരിക്കുക തന്നെ വേണം, നീ ഇടപെടുക തന്നെ വേണം എന്ന് നമ്മൾ ഒന്നുകൂടി നമ്മളെ മനസ്സിൽ അള്ളാഹുവുമായിട്ട് കുറച്ചും കൂടി ആത്മാർത്ഥത വന്ന് അള്ളാഹുവിനോട് ഒന്നുകൂടി നമ്മൾ ഉള്ളുരുകി പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും. അഥവാ ഭൗതികമായ മാനദണ്ഡങ്ങളിലൂടെ നമുക്ക് കൈവരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഭൗതിക മാനദണ്ഡങ്ങൾ അവസാനിക്കുന്നിടത്ത്, അത് മതിയാകൂല എന്ന് തോന്നുന്നിടത്ത് ഉയരുന്ന പ്രാർത്ഥന ഉണ്ട്. അതാണ് സഹോദരങ്ങളെ അള്ളാഹുവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം. കാരണം എന്താണ്? അവിടെ നമ്മൾ ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ ചില കാര്യങ്ങൾ നമ്മൾ ഉള്ളു തുറന്ന് അംഗീകരിക്കുന്നുണ്ട്. എന്താണത്? ഇനി എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളത്, എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല എന്നുള്ളത്, ഞാൻ കഴിവില്ലാത്തവനാണ്, എന്നെ കൊണ്ട് കഴിയില്ല റബ്ബേ, നിന്നെ കൊണ്ട് കഴിയും, നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ള അള്ളാഹുവിൻ്റെ ചില നാമഗുണവിശേഷണങ്ങൾ ആ പ്രാർത്ഥനയിൽ കടന്നു വരുന്നുണ്ട്. അള്ളാഹു ഖദീറാണ് എന്ന, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അള്ളാഹു എൻ്റെ പ്രയാസം എൻ്റെ റബ്ബ് അറിയുന്നുണ്ട് എന്നുള്ള, അല്ലേ, എൻ്റെ പ്രാർത്ഥന എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ട്, സമീ ആണ് എന്നുള്ള, എൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന മുജീബാണ് എൻ്റെ റബ്ബ് എന്നുള്ള ഒരു ബോധം ആ പ്രാർത്ഥനൻ്റെ ഉള്ളിലുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെ വന്നതുകൊണ്ടാണ്. അള്ളാഹു എൻ്റെ റബ്ബാണ്, അല്ലേ, എൻ്റെ എല്ലാ പ്രയാസങ്ങളും ഏറ്റവും നന്നായി അറിയുന്ന, അത് പരിഹരിക്കാൻ കഴിവുള്ള, എന്നോട് സ്നേഹമുള്ള എൻ്റെ യജമാനനാണ്, എൻ്റെ ബോസാണ്, അല്ലേ, എൻ്റെ ബോസാണ് എൻ്റെ റബ്ബ്. അങ്ങനെ പറയാനൊരു അഭിമാനമുണ്ട്, അല്ലേ. ചിലപ്പോൾ ഞാൻ പണ്ട് PGക്ക് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രൊഫസറെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ആ മൂപ്പരിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ അന്ന് ആ ചോദ്യത്തിൻ്റെ എന്താ അപ്പം അങ്ങനെ ചോദിച്ചത് ഞാൻ കുറേ കാലം ആലോചിച്ചിരുന്നു. ഞാനവിടെ ചെന്നപ്പം മൂപ്പരിനെ പരിചയപ്പെടുത്തി കൊടുത്തു, എൻ്റെ ഫ്രണ്ടാണ്, മൂപ്പര് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ PG ചെയ്യുകയാണെന്ന് ചോദിച്ചപ്പം അയാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്താ പറയുക, ഹൂ ഈസ് യുവർ ബോസ് എന്നാണ് ചോദിച്ചത്. ഹൂ ഈസ് യുവർ ബോസ്? ആരാണ് നിൻ്റെ ബോസ്? അപ്പോൾ ഞാനിങ്ങനെ അന്ന് വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ച്, എന്താ ഇപ്പോൾ ഇയാൾ എന്നോട് വേറെ ഇതേവരെ ജീവിതത്തിൽ ഒരാളും അങ്ങനെ ചോദിച്ചില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പഠിക്കുമ്പം നിൻ്റെ ബോസ് ആരാണ്? അപ്പോൾ സഹോദരങ്ങളെ, എൻ്റെ ബോസ് എൻ്റെ റബ്ബാണ്, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് അത് പറയുമ്പോൾ, അത് അംഗീകരിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്, അല്ലേ. അതാണ് പ്രാർത്ഥനൻ്റെ ഉള്ളിലുള്ള സാധനം.
അല്ലേ? നമ്മളെ പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മൾ അള്ളാഹുവിനോട് തുറന്നു പറയുമ്പോൾ ഇതെല്ലാം അറിയുന്ന, ഇതെല്ലാം മനസ്സിലാകുന്ന, അല്ലേ, എൻ്റെ കഷ്ടപ്പാട് ഏറ്റവും നന്നായി അറിയുന്ന ചില ആളുകൾ അവർ സങ്കടപ്പെടാനുള്ള കാരണം എന്താ പറയാ? നിങ്ങൾ, എൻ്റെ കഷ്ടപ്പാട് ആരും കാണുന്നില്ല, എൻ്റെ കഷ്ടപ്പാട് എൻ്റെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ പാരൻസ് എൻ്റെ സ്ട്രഗിൾ കാണുന്നില്ല. അല്ലേ? ഒരാൾ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അയാൾ MBBS പുറത്തു പോയി പഠിച്ചതാണ്. പഠിച്ചിട്ട് അയാൾ ഇവിടെ വന്നിട്ട് ഒരു പരീക്ഷ എഴുതണം. ആ പരീക്ഷ എഴുതിയാലേ എന്ത് ചെയ്യുള്ളൂ? ആ പരീക്ഷ എഴുതിയാലേ പാസ്സാകുള്ളൂ. ആ പരീക്ഷ എഴുതി പാസ്സായാലേ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 7 കൊല്ലം പുറത്തു പോയി പഠിച്ച് MBBS എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ പരീക്ഷ പാസ്സാകണം. ഇയാൾ 9 കൊല്ലമായി പരീക്ഷ എഴുതി കൊണ്ടിരിക്കുകയാണ്. 9 കൊല്ലമായി. നിങ്ങൾ ആലോചിച്ച് നോക്കി, 9 കൊല്ലമായിട്ട് പാസ്സായിട്ടില്ല. ഓരോ പരീക്ഷ തോൽക്കുമ്പോഴും വാപ്പ ചീത്ത പറയുന്നു. വാപ്പ വന്ന് ചീത്ത പറയും. അതിൻ്റെ ഇടയ്ക്ക് വാപ്പ അവനെ പെണ്ണും കെട്ടിച്ചിരിക്കണം. അപ്പോൾ ജോലിയില്ല, കല്യാണം കഴിഞ്ഞു. അപ്പോൾ പരീക്ഷ തോറ്റ വാപ്പാൻ്റെ വക ചീത്ത. അപ്പോൾ ഭയങ്കരമായ ഒരു ഉമ്മയാണ് കൊണ്ടുവന്നത്. ഉമ്മറിയാണ് മാപ്പിയും മകനും തമ്മിലുള്ള യുദ്ധമാണ് വീട്ടിൽ. പരീക്ഷ വന്ന അമ്മാക്കാണ് ഏറ്റവും പേടി. കാരണം ഇപ്പം പാസ്സാവില്ല എന്ന് ഉമ്മാക്കറിയാം. കാരണം 8-9 കൊല്ലമായിട്ട് പാസ്സാകാത്ത ഓടുന്നഞ്ഞ് പാസ്സാകണം. ഉമ്മാക്കറിയാവും പാസ്സാവില്ല എന്ന്. പിന്നെ ഈ തല്ലിൻ്റെ അടി നടുവ് നിൽക്കണ ഉമ്മയാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, നിങ്ങൾ ഇതെന്താണ് പ്രതിസന്ധി? ഈ പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാനാ സഹോദരങ്ങളെ? 9 കൊല്ലൊക്കെ ഒരു പരീക്ഷ എഴുതിയിട്ട് 2 or 3 സാധാരണ 3 ചാൻസ് കൊടുക്കണം. എന്തിനോ? ഇല്ലെങ്കിൽ നിർത്തി പോകാൻ വേണ്ടിയിട്ടാണ്. ഈ പല പരീക്ഷക്കും 3 ചാൻസ് കൊടുക്കണമെന്ന് നിർത്തി പോയിക്കോട്ടെ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇതേപോലത്തെ ദുരന്തങ്ങൾ സംഭവിക്കും. 7, 8, 9 കൊല്ലം എഴുതി പരീക്ഷ എഴുതിയിട്ട് ഒരു ജീവിതമല്ല സഹോദരങ്ങളെ. ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയണം. നമ്മളൊരു കോഴ്സ് ജയിക്കാന്നോ കോഴ്സ് പാസ്സാകാന്നോ അതല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. ഇവിടെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ നമ്മൾ അറിയണം. അല്ലേ? ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ പലതരത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന വലിയ മാനസിക സംഘർഷമുണ്ട്. അത് എല്ലാ കാറ്റഗറി ആൾക്കാർക്കുണ്ട്. നമ്മൾ വിചാരിക്കാൻ തരോ? നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു എന്താണ്, നമ്മൾ ഏറ്റവും നന്നായിട്ട് കാണുന്ന ഒരാൾ അവനാണ് ഏറ്റവും സന്തോഷവാൻ എന്ന് നമ്മൾ വിചാരിക്കണ്. അയാളെ മെല്ലെ ഒന്ന് വിളിച്ച് മാറ്റിയിരുത്തി ചോദിച്ചാൽ മതി. അയാളുടെ വിഷം അയാൾ പറഞ്ഞുതരും. അയാൾ കാണുന്ന വേറൊരാളുണ്ടാവും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഉദാഹരണം അതാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ഹാപ്പിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചാൽ മതി, ഓ എന്താ പറയോ? ഒരു കാര്യമില്ല. ചുരുങ്ങിയത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റെങ്കിലും ആണെന്ന് അവൻ പറയാ. എന്നാ നിങ്ങൾ പ്രസിഡന്റിനോട് പോയി ചോദിച്ചു നോക്കി, ആ ഒരു കാര്യമില്ല എന്നാ പറയാ. ഒരു MLA ആകാതെ എത്താം. ഒരു MLA ആകാതെ എന്താന്നാ അവൻ ചോദിക്കുക. എന്നാ MLA ചോദിച്ചാലോ? മൂപ്പര് MLA ആയിട്ട് ഒരു കാര്യം, ഞാൻ ഇപ്പം എത്ര കാലമായി, ഒരു മന്ത്രിയെങ്കിലും ആണോ? അപ്പൊ മന്ത്രിനോട് ചോദിച്ചാൽ മന്ത്രി എന്താ പറയാ? എന്തെങ്കിലും മന്ത്രി ആയിട്ട് കാര്യമില്ല, ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണോ? നിങ്ങൾ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിനെ പോയി കണ്ടോക്കി, ഓ എന്താ പറയാ നിങ്ങള്? അതിലൊന്നും ഒരു കാര്യമില്ല. ചുരുങ്ങിയത് കേരള സ്റ്റേറ്റ് 2 ആണെന്നാണ്. ആ കേരള സ്റ്റേറ്റ് 2 കാറിലെങ്കിലും പോകണം, അല്ലാതെ എത്താണ്. ഇനി 2ഉള്ളവൻ പറയും 1 ഒന്നുള്ളവൻ പറയും എന്താ അറിയോ? ആ ഒരു കാര്യമില്ല, ഒരു കേന്ദ്രമന്ത്രിയെങ്കിലും ആണ് ക്യാബിനറ്റ് റാങ്കുള്ള. അവിടെ പോയാൽ പറയും അതൊക്കെ പണ്ട് ചെയ്യുന്നു, രാജീവ് ഗാന്ധിന്റെ കാലത്ത്. ഇപ്പോ പ്രധാനമന്ത്രിക്ക് മാത്രമേ പവറുള്ളൂ. പ്രധാനമന്ത്രിയാകണം എന്നാ പറയാ, പ്രധാനമന്ത്രിയാകണമെന്ന്. ഇനി പ്രധാനമന്ത്രിനോട് ചോദിച്ചു നോക്കി, നിങ്ങൾ മെല്ലെ മോഡിനോട് പോയി ചോദിച്ചു നോക്കി, അയാൾ ഒറ്റക്ക് വിളിച്ചു. അയാൾ പറയും ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഒരു കാര്യമില്ല, ചുരുങ്ങിയതൊരു ട്രംപെങ്കിലും ആണെന്നറിയും. അവിടെ ഇതൊക്കെ തോന്നലാണ് സഹോദരൻ. ഇതൊക്കെ എന്താ അറിയോ? ഇതൊക്കെ നമ്മളെ മനക്കോട്ടി തോന്നുന്ന കാര്യമാണ്. ജീവിതത്തിന് അള്ളാഹു ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ അറിയങ്ങൾ? ആ ലക്ഷ്യം എടുത്ത് ഏത് മനുഷ്യനും കൈവരിക്കാൻ പറ്റും. പൈസ ഉള്ളവന് പറ്റും, പൈസ ഇല്ലാത്തവന് പറ്റും, സമ്പത്തുള്ളവന് സമ്പത്തില്ലാത്തവന്, പഠിപ്പുള്ളവന് പഠിപ്പില്ലാത്തവന്, ബുദ്ധിയുള്ളവന് ബുദ്ധിയില്ലാത്തവന്, ആരോഗ്യമുള്ളവന് ആരോഗ്യമില്ലാത്തവന്, എല്ലാവർക്കും കൈവരിക്കാൻ പറ്റിയ ഒരു ലക്ഷ്യമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമായിട്ട് അള്ളാഹു വെച്ചിട്ടുള്ളത്. അള്ളാഹു പൂർണ്ണമായ നീതിമാനാണ്. അതിൻ്റെ പ്രത്യേകത തരങ്ങൾ അത് നിങ്ങൾ തിരിച്ചറിയുകയും ആ വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ നിരാശ ഒരിക്കലും ജീവിതത്തിൽ വരൂല. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് 23 വർഷം മക്കയിലെ മണലാരണ്യത്തിൽ ആ സഹാബത്തിന്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചത്. അതാണ്
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ 23 വർഷത്തെ പ്രവാചക ജീവിതം എന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു റെക്കോർഡിംഗ് സംവിധാനം ഇല്ലാത്തൊരു കാലത്ത് 1400 കൊല്ലം മുമ്പ് ഒരു വോയിസ് റെക്കോർഡർ ഇല്ല, ഒരു വീഡിയോ റെക്കോർഡർ ഇല്ല, ഒന്നും റെക്കോർഡിംഗ് ഇല്ലാത്ത ഒരാൾ പറയുമ്പോൾ വായയിൽ നിന്ന് ചെവിയിലേക്ക് കേൾക്കുന്ന, കണ്ണിൽ നിന്ന് കണ്ണിലേക്കും കാതിൽ നിന്ന് സഹോദരങ്ങളെ വായിൽ നിന്ന് കാതിലേക്കും ചുണ്ടിൽ നിന്ന് കാതിലേക്കും മാത്രം ഇൻഫർമേഷൻസ് കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പ്രവാചകന് 23 വർഷത്തെ ജീവിതം അങ്ങനെ പൂർണ്ണമായി ഒപ്പിയെടുത്ത് വള്ളി പുള്ളി മാറ്റമില്ലാതെ 1400 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിന്നും നിങ്ങൾക്കത് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ, അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തം ഒന്ന് മാത്രമാണ്. ലോക ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് ഇത്രയധികം ജീവിതം റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴൊക്കെ ചിരിച്ചു, എപ്പോഴൊക്കെ ദേഷ്യപ്പെട്ടു, ആ മുഖം എപ്പോഴാണ് ചുവന്നത്, നബി ചിരിച്ചപ്പം ഏത് പല്ല് കണ്ടു, പല്ലിൻ്റെ ഏത് ഭാഗം കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഭാര്യയുടെ കൂടെ ഉറങ്ങിയപ്പോൾ എങ്ങോട്ട് ചെരിഞ്ഞു, എവിടെ തലവെച്ചു, എന്താണ് ചൊല്ലിയത്, എന്തൊക്കെ ചെയ്തു എന്ന് പോലും സഹോദരങ്ങളെ അത് ഒരാൾക്കും അറിയാൻ സാധിക്കാത്ത ബെഡ്റൂമിലെ കാര്യങ്ങൾ പോലും ഇവിടത്തെ 1400 വർഷം ഇപ്പുറത്ത് നിന്ന് ആ ജീവിതത്തെ പുൽകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ പകൽ പോലെ വെളിച്ചമുറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതത്തിന് അള്ളാഹു ഒരു ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗം അള്ളാഹു വിശാലമാക്കി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അതറിയാൻ ആഗ്രഹിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെക്കാനും ആ പാതയിലൂടെ സഞ്ചരിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അത് കയ്യെത്തിപ്പിടിക്കാൻ പാകത്തിൽ ഏതുപോലെ സഹോദരങ്ങളെ നിങ്ങൾ ശ്വസിക്കുന്ന വായു അത് നിങ്ങൾക്ക് ബേജാറുണ്ടോ? ഞാൻ ഇപ്പോൾ പെരിന്തൽമണ്ണ പോവാണ്, ഞാൻ മണ്ണാർക്കാട് പോവാണ്, അവിടുന്ന് ഞാൻ എങ്ങനെ ശ്വസിക്കും എന്ന് നിങ്ങൾ ബേജാറുണ്ടോ? ഇല്ല, അവിടെ വായുവുണ്ട്, അവിടെ ഓക്സിജൻ ഉണ്ട്. ആരെങ്കിലും വിചാരിക്കോ സഹോദരങ്ങളെ, നമുക്ക് പരിചയമുള്ളൊരു സ്ഥലത്തേക്ക് പോകുമ്പം ആരെങ്കിലും അവിടുന്ന് എനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുമെന്ന് തോന്നാറുണ്ടോ? ഇല്ല. പക്ഷെ വെള്ളം കിട്ടാത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പം നമ്മൾ വെള്ളക്കുപ്പിയേറ്റ് പോകും. എന്നാൽ അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ അത് എവിടെയും സുലഭമാണ് എന്നതുപോലെ സഹോദരങ്ങളെ, ഈ ആദർശം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇവിടെ അവൈലബിൾ ആക്കിയതാണ്. നിങ്ങൾ ആലോചിക്ക്, ഈ ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ഇത്രയും ഉന്നതയിലെത്തിയിട്ട് സഹോദരങ്ങളെ, ഈ ദീൻ എന്താ സംഭവിച്ചത്? ആൾക്കാർ നമ്മൾ തുടക്കത്തിൽ പണ്ട് റിലയൻസിൻ്റെ ഫോണൊക്കെ വന്നപ്പം റിലയൻസിൻ്റെ ഫോൺ വരും, ഒരു ഫോണൊക്കെ തരും, ഇത് കുത്തകാക്കും, നെറ്റിൻ്റെ പൈസ കൂട്ടുന്നൊക്കെയാണ് അന്ന് പത്രത്തിൽ വന്നിരുന്നത്. ഓരോരുത്തർ അന്ന് ഓരോ ലേഖനത്തിലേക്ക് എഴുതി വിട്ടിരുന്നത് നമ്മളെ അടിമകളാക്കാൻ പോവാണ്, നമ്മളെ ഒരു ചെറിയ ചാർജിന് നമുക്ക് ഇൻ്റർനെറ്റ് തരും, എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഓല് ഇതൊക്കെ പിടിച്ചേക്കുന്നു. സഹോദരങ്ങളെ, ഇപ്പം ഇൻ്റർനെറ്റ് എത്രയാണ്? ഒരു 2 GB ഒരു ദിവസം ഫ്രീ ആണ്. എത്ര പൈസ കുറവാണ്. പക്ഷേ ഈ ദീൻ സഹോദരങ്ങൾ, എത്രയൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി വികസിച്ചിട്ടും നമ്മുടെ ദീൻ എളുപ്പമായിക്കാണ്, നമ്മുടെ ദീൻ സുഗമമായിക്കാണ്. നമുക്ക് രാവിലെ അദ്കാർ ചെല്ലാൻ നമ്മളെ ഫോൺ ഉപയോഗിക്കുക, ഖുർആൻ്റെ അർത്ഥം നോക്കാൻ നമ്മളെ ഒരു ദീനിനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദീൻ എളുപ്പമായിക്കാണ് അല്ലേ? മുമ്പത്തെക്കാളേറെ പണ്ടൊക്കെ ഒരു ആയത്തും ഹദീസും പഠിക്കണമെങ്കിൽ വർഷങ്ങൾ ദിവസങ്ങൾ യാത്ര ചെയ്ത് അത് ഇജാസത്തുള്ളൊരു പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് സഹാബത്തിനെ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത്രയും സ്ട്രെയിൻ എടുക്കണം അല്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരായത്തിൻ്റെ അർത്ഥമറിയാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം യാത്ര ചെയ്ത് ഒരു അറബി ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീയോട് ചോദിക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരു വാക്കിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി, അറബികൾ എങ്ങനെയാണ് ആ പദം ഉപയോഗിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു മാസത്തോളം യാത്ര ചെയ്ത്. നിങ്ങൾ ആലോചിച്ച്, ഇനി നമുക്കൊരു പ്രയാസമില്ല, ആ വാക്ക് നെറ്റിൽ അടിച്ചെടുത്താൽ മതി, ചാറ്റ് GPT ചോദിച്ചാൽ മതി ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പടപടപടപടേർന്ന് വരും, എങ്ങോട്ടും പോണ്ട. അപ്പൊ സഹോദരങ്ങളെ, ഈ ദീൻ പഠിക്കാൻ അള്ളാഹു അത്രയും കാര്യങ്ങൾ എളുപ്പമാക്കി വെച്ചത് എന്തുകൊണ്ടാണ്? ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായതുകൊണ്ടാണ്.
അതായതുകൊണ്ടാണ് അത് അള്ളാഹു അതിൽ പൂർണ്ണമായ നീതി നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജീവിതം എന്നത് അള്ളാഹുവുമായിട്ടുള്ള ഒരു നിരന്തരമായ ബന്ധമാണ്. ആ ബന്ധം നമുക്ക് കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആദ്യം അള്ളാഹുവിനെ അറിയണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് തൗഹീദിന്റെ അടിസ്ഥാനം. നിങ്ങൾ അറിയണം അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന്. ആ അറിവാണ് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന അറിവാണ് സഹോദരങ്ങളെ ആദ്യമായിട്ടുണ്ടാകേണ്ടത്. അതറിയുമ്പോൾ, ആ റബ്ബിനെ അറിയുമ്പോഴാണ് സഹോദരങ്ങളെ, ആ റബ്ബിനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് ആരെയാണ് എന്ന് ആ റബ്ബിനെ അറിയുന്ന ഒരാൾ തിരിച്ചറിയും. ഞാൻ എൻ്റെ റബ്ബിനെയാണ് അന്വേഷിക്കുന്നത്. കാരണം ഇസ്ലാമിലേക്ക് വന്ന പല ആളുകളും അവർ ഇസ്ലാമിൽ എത്തിപ്പെടാനുള്ള ഒരു കാരണം പറയുമ്പം ചെറുപ്പം മുതൽ അവർ ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മതി. അവർ ജീവിതത്തിന് തുടക്കത്തിലെ ദൈവത്തെ അന്വേഷിച്ചുള്ള യാത്രയിലായിരിക്കും. ആ ദൈവത്തെ അവർ കണ്ടു. എവിടെ? അള്ളാഹുവിൻ്റെ റസൂല് വഹിയിലൂടെ പരിചയപ്പെടുത്തിയ ആ അള്ളാഹുവിൽ, ആ ദൈവത്തിൻ്റെ അസ്തിത്വത്തിലാണ് അവർ ദൈവത്തെ ദർശിച്ചത്. അത് സഹോദരങ്ങൾ, അതെന്തുകൊണ്ടാണ്? അത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അറിയണം, ആദ്യം നമ്മൾ അള്ളാഹുവിനെ പറ്റി അറിയണം. അതെങ്ങനെയാണ്? അത് അള്ളാഹു നൽകിയ വഹിയിലൂടെ. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്തിനെ പഠിപ്പിച്ചു അള്ളാഹു ആരാണ്. അള്ളാഹുവിൻ്റെ പേരുകളും നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹുവിനെ പറ്റി പൂർണ്ണമായി പഠിപ്പിച്ചു. അള്ളാഹു വദൂദാണ്. അള്ളാഹു സ്വന്തം ഒരു മാതാവ് തൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ തൻ്റെ അടിമയോട് സ്നേഹമുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ് അള്ളാഹു എന്നുള്ള അറിവ്. അത് വല്ലാത്തൊരറിവാണ്. അല്ലേ? നമ്മളെപ്പോഴും എന്താ പറയാ? അള്ളാഹു നരകം ഉണ്ടാക്കിക്കണ്, അല്ലേ? അള്ളാഹു നരകത്തിലിടാൻ പോവുകയാണ്. അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹു തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നവനാണ്. അല്ലേ? അള്ളാഹു വലിയ ശിക്ഷകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളൊക്കെ കൂടി എന്താണ് ചുട്ട് ചാമ്പലാക്കാൻ, തീക്കുണ്ടാരത്തിലെറിയാൻ വേണ്ടി വലിയൊരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് പടച്ചവൻ നിൽക്കുന്നവനാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു അപകടത്തെപ്പറ്റി ഒരാൾ മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് നമ്മളോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എന്താ പറയാ? അത് ഗുണകാംക്ഷയായിട്ടാണ് കാണുക. അല്ലേ? നിങ്ങൾ പോണ വഴിയിൽ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പെരിന്തൽമണ്ണ പരിപാടിക്ക് വന്നതാണല്ലേ? എന്നാൽ നിങ്ങളെ വീട്ടിലേക്ക് പോണ പോസ്റ്റ് പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇനി പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അതിൽ അപകടപ്പെടും. അതുകൊണ്ട് മറ്റേ വഴിക്ക കൂടെ വന്നോളി. നിങ്ങളെ വാട്സപ്പിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ അയൽവാസി ഇപ്പം നിങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയൽവാസിനോട് നമ്മളെന്താ പറയാ? ജിന്നെ പേടിപ്പിച്ചെന്നാ ചോദിച്ചങ്ങൾ? അല്ല, അവൻ നമ്മളെ ജീവനിൽ ഗുണകാംക്ഷയുള്ളവനാണ്, നമ്മളുടെ രക്ഷയിൽ ഗുണകാംക്ഷയുള്ളവനാണ്, നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നരകം പോലും, ഈ നരകത്തെപ്പറ്റിയുള്ള താക്കീത് പോലും, ഈ ശിക്ഷകളെപ്പറ്റിയുള്ള താക്കീത് പോലും റബ്ബിന് തൻ്റെ അടിമയോടുള്ള ഗുണകാംക്ഷയാണ്, നന്മയാണ്. എൻ്റെ അടിമ അവൻ നരകത്തിൽ പോകരുത്, എൻ്റെ അടിമ അവൻ സ്വർഗത്തിലെത്തണം എന്നല്ലാഹുവിൻ്റെ ഇഷ്ടമാണ് സഹോദരങ്ങളെ. ഒരടിമയെ അള്ളാഹു അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടത് അപ്പോഴേ പറ്റുള്ളൂ. അത് അള്ളാഹുവിനെ പറ്റി അറിയുമ്പോഴേ പറ്റുള്ളൂ. അള്ളാഹു വദൂദാണ്, അല്ലേ? അള്ളാഹു സ്നേഹത്തിൻ്റെ നിറകുടമാണ്. അള്ളാഹു റബ്ബുൽ ആലമീനാണ്. റബ്ബ് എന്നുള്ള പദം ആലോചിച്ച് നിങ്ങൾ, റബ്ബ് എന്നുള്ള പദം, റബ്ബുൽ ബൈത്ത്. റേഷൻ കാർഡ് എടുത്ത് നോക്കി, റേഷൻ കാർഡ് എടുത്തുണ്ടാവും രക്ഷിതാവ്, അല്ലേ? രക്ഷാകർത്താവ് എന്നുണ്ടാവും. ഈ വീടിൻ്റെ രക്ഷാകർത്താവ്, അല്ലെ? വല്യമ്മാൻ്റെ പേരാ, പണ്ട് വല്യാപ്പാൻ്റെ പേരായിരുന്നു, ഇപ്പോൾ വല്യമ്മാൻ്റെ പേരാ റേഷൻ കാർഡിലുണ്ടായത്, അല്ലേ? റബ്ബുൽ ബൈത്ത് എന്താണ്? അത് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ എല്ലാമാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പം ഈ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ ഒരു അള്ളാഹു, ഫാത്തിഹയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരികയാണ്, അല്ലേ? റബ്ബുൽ ആലമീൻ, റഹ്മാനുർ റഹീം, മാലിക് യൗമിദ്ദീൻ. ഇതന്നെ പോരെ സഹോദരങ്ങളെ? ഈ 3 വാക്ക് പോരെ നിങ്ങൾക്ക് അള്ളാഹു ആരാണെന്ന് മനസ്സിൽ കൊണ്ട് നടക്കാൻ, ആ അള്ളാഹു ആരാണെന്ന് മനസ്സിലിട്ട് നടക്കാൻ ഈ 3 വാക്ക് പോരെ? ഈ 3 വാക്ക് പോരെ? റബ്ബുൽ ആലമീൻ, ഈ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ്.
ആ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചു പോകാൻ സാധ്യമല്ല. ഈ മുഴുവൻ പ്രപഞ്ചങ്ങളുടെയും ആലമിൻ്റെയും രക്ഷിതാവാണല്ലോ. രക്ഷിതാവ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഗുണകാംക്ഷയായിരിക്കും. ഇത് സൃഷ്ടിച്ചതും ഇത് സംവിധാനിച്ചതും ഇത് നിയന്ത്രിക്കുന്നതും അതിനെ നശിപ്പിക്കാൻ കഴിവുള്ളതും ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീനാണ്. പിന്നെ റഹ്മാനുർ റഹീമാണ്, അല്ലേ? കാരുണ്യത്തിൻ്റെ നിറകുടമാണ്. ആ റഹ്മാനുർ റഹീം എന്ന് പറയുമ്പം നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നമുക്ക് എന്താ അറിയാം, നമ്മൾ നമ്മൾ അറബി പഠിച്ചില്ല. നമ്മൾ മലയാളം പഠിച്ചുകൊണ്ട് പിന്നെ അറബിക്ക് മലയാളത്തിൽ അർത്ഥം വെക്കുകയാണ്. കരുണാനിധിയും കരുണാമയനും. കരുണാനിധി എന്നൊക്കെ നിസ്കാരത്തിൽ ഓർത്താൽ നിങ്ങൾക്ക് കരുണാനിധിനെ ഓർമ്മ വരാ. ഫാത്തി ഓതുമ്പോൾ നിങ്ങൾ അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പം കരുണാനിധിയും കരുണാമയനും എന്നൊക്കെ പറയുമ്പോൾ എനിക്കതാ ഓർമ്മ നീന്ന് പണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വരികയൊക്കെ അറിയില്ല. അതേമാതിരി ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്താ ഓർമ്മ വരിക? ഇത് ശരണം എന്നാ പറയുക. അല്ലാഹുവിൽ ശരണം. എന്താ ഇപ്പം ശരണം എന്നൊക്കെ പറഞ്ഞ, അല്ലേ? നമ്മള് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മൾ ചെല്ലുമ്പം നമ്മളെ മനസ്സിക്ക് ഒരു സാധനം വരണ്ടേ, ഒരു കണക്ഷൻ വരണ്ടേ. എന്താണ്? അല്ലാഹുവിൽ ശരണം ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്ത് കണക്ഷനാ വരിക? ഇക്കല്ല അങ്ങനെ പറഞ്ഞാൽ കണക്ഷൻ വരും. അങ്ങനെ ആലോചിച്ച കണക്ഷൻ കിട്ടും. ശരിക്കും യഹൂദു എന്നുള്ള അറബി പദം ഉണ്ടല്ലോ, അത് നിങ്ങൾ പഠിച്ചിക്കണമെങ്കിൽ, അത് നിങ്ങൾ മനസ്സിലാക്കിയണമെങ്കിൽ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയണമെങ്കിൽ ഒരു ശരണം വരില്ല. എന്ന് പറഞ്ഞാൽ വില്യം ലെയിൻ്റെ അറബി ലെക്സിക്കോൺ, അറബിയിലെ ഏറ്റവും വലിയ ലെക്സിക്കോൺ വില്യം ലെയിൻ എന്ന് പറഞ്ഞ സാഹിബ് എഴുതിയതാണ്. അതും കേട്ടോളി ആദ്യമായിട്ട്. ഏറ്റവും വലിയ ഡിക്ഷണറി സാഹിബ് എഴുതിയതാണ്. വില്യം ലെയിൻ എന്ന് പറഞ്ഞ ആളെ എഴുതിയതാണ്. അറബി ലെക്സിക്കൺ ഉണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ അസ്ലിയായി അവദ എന്നാണ്. യഊദു എന്ന് പറഞ്ഞാൽ ശരണം വിളിയൊന്നും അല്ല. അതിൽ മൂപ്പര് കൊടുത്ത അർത്ഥം എന്താ പറയുക? നമ്മളിങ്ങനെ മാർക്കറ്റിൽ ചെന്നാൽ ഈ ഇറച്ചി ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. ഇറച്ചിയായിട്ടല്ല തൂക്കിടുക, ഇറച്ചി തൊടയായിട്ടും ഊരായിട്ടുമൊക്കെ തൂക്കിടുക. എല്ലുമ്മനാണ് ഇറച്ചി തൂക്കിടുക. അതിമെന്ന് ഇങ്ങനെ മുറിച്ച് തരിക ചെയ്യുക. മാംസം എല്ലിനോട് എത്ര ചേർന്ന് നിൽക്കുന്നുവോ അങ്ങനെ അടർത്താനാകാത്ത വിധം ചേർന്ന് നിൽക്കണീനാണ് എന്ത് പറയാ? ആദാന്ന് പറയാ. ശരണം വിളിച്ചീനല്ല, ആദാ. അപ്പൊ അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ ശരണം ചോദിക്കുന്നു എന്നല്ല, ഞാൻ എൻ്റെ റബ്ബിലേക്ക് ചേർന്ന് നിൽക്കുന്നു. ഞാൻ ചേരൽ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തിനാ ചേരുന്നത്? പിശാചിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അങ്ങനെ നിങ്ങൾ ഒരു ചെറിയ കുട്ടി ഇപ്പം നടത്തങ്ങനെ പഠിച്ച് ഒരു 2-2.5 വയസ്സായ കുട്ടികൾ, നടന്ന് 1.5 വയസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു എക്സ്പെർട്ടിൽ നടക്കാൻ തുടങ്ങിയ കുട്ടികൾ, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പുറത്തേക്ക് പോയാൽ നമ്മൾ മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി കളിച്ചുമ്പം ഈ കോഴിക്കൾ വരും, ഈ പൊരിഞ്ഞ കോഴിക്കൾ വരും. ഈ പൊരിഞ്ഞ കോഴിക്കൾ പിന്നാലെ കൂടുമ്പം അല്ലെങ്കിൽ പല പൂച്ചനെ നായിനെയൊക്കെ കണ്ടിട്ട് ഈ കുട്ടി പേടിച്ച് ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഉമ്മാനൊരു കെട്ടിപ്പിടിച്ചലുണ്ട്. ഉമ്മാൻ്റെ പണ്ടക്കന്മാർക്ക് തുണി മാക്സി ആയിരുന്നു. അപ്പോൾ ആ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചാൽ പിന്നെ നമ്മളൊന്നും കാണില്ല. ഈ ഒട്ടകപ്പക്ഷി ഈ ശത്രു വന്ന പേടിച്ച് ഓടി ഓടി പിന്നെ ഓടാൻ വെച്ചാലായ പിന്നെ എന്താ കാട്ടുക വെച്ചാൽ തല മണലിൽ ഇങ്ങോട്ട് പൂഴ്ത്തിയാണ് വെക്കും. പിന്നെ ഒട്ടകപ്പക്ഷി ഒന്നും കാണില്ല. അപ്പോൾ മൂപ്പത്തിയാർ വിചാരിക്കണം ഇനിയിപ്പോൾ ഒന്നും നമ്മുടെ എല്ലാവരും പൊയ്ക്കണമെന്നാണ്. അതേമാതിരി നമ്മൾ ഈ തുണിൻ്റെ മാക്സിൻ്റെ ഇവിടെ ഇങ്ങനെ കൂട്ടി പിടിച്ചാൽ പിന്നെ നമ്മൾ നായിനെയും പട്ടിനെയും പൂച്ചനെയും ഒന്നും കാണൂല. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്. അതാണ് അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുമ്പം പിശാചിൽ നിന്ന് ഒരു മനുഷ്യന് കിട്ടേണ്ട സുരക്ഷിതത്വമാണ്. അത് ഇന്നത്തെമാരെ കെട്ടിപ്പിടിച്ചാൽ കുട്ടികൾക്ക് കിട്ടില്ല. ഇന്നത്തെമാർ ചുരിദാർ ഇട്ടുകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ചിലപ്പം ആ ഒരു സുരക്ഷിതത്വം ചെറിയ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അത് ഒന്ന് നമ്മൾ കെട്ടിപ്പിടിച്ചിങ്ങനെ ഒന്നും കാണാതെക്കണം. പിന്നെ ആ പേടിച്ചുന്ന സാധനം നമ്മളെ തീന്ന് പോകണം. അങ്ങനെ അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കണീനാണ് ആദാന്ന് പറയാം. ഞാൻ അത് പറയണെന്താ വെച്ചാൽ നമ്മൾ അറബി പഠിച്ചാത്തതിൻ്റെ കുറേ കുഴപ്പം നമുക്കുണ്ട്. നമ്മൾ ഈ കരുണാനിധി എന്നൊക്കെ പറഞ്ഞ അർത്ഥം വെച്ച് നമ്മളെ ഫാത്തിയൻ്റെ വൈബ് പോകണം. അതുകൊണ്ടാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ പിശാചിൽ നിന്ന് ശപിക്കപ്പെട്ട ആട്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ പിശാച് ആരാണ്? നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്നാണ്. നമ്മളെ ശത്രു മോഡിയല്ല, ഗോൾവാക്കറല്ല, RSSന്റെ മോഹൻ ഭഗവത് അല്ല, ട്രംപല്ല നമ്മുടെ ശത്രു. നമ്മുടെ ശത്രു ആരാണ്? ഇബ്ലീസാണ്, പിശാചാണ്.
കാരണം ഇന്നഹു ലക്കും അദുവ്വും മുബീനാണ്, അവൻ പ്രത്യക്ഷമായ ശത്രുവാണ് എന്ന് അള്ളാഹു മനുഷ്യന് താക്കീത് നൽകിയ മനുഷ്യന്റെ മുഖ്യ ശത്രു അത് പിശാചാണ്. ആ പിശാചിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള സംരക്ഷണമാണ്. ആ പിശാചിനെ തൊട്ട്, അവന്റെ തന്ത്രങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കലാണ് ആദാന്ന് പറഞ്ഞാല്, അഊദു എന്ന് പറഞ്ഞാല്. അപ്പൊ അള്ളാനെ നമ്മൾ ഇങ്ങോട്ട് ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുക. അപ്പൊ ഒരാൾക്ക് കിട്ടേണ്ട സുരക്ഷിതത്വമുണ്ട്. അതാണ് അഊദിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അള്ളാന്റെ പേരുച്ചരിക്കുമ്പം പിശാച് സ്ഥലം വിടുന്നതാണ്. പിശാചിന്റെ മുഴുവൻ ശക്തിയും ഇല്ലാതാവുന്നതാണ്. കാരണം അത്രയും പവർഫുൾ ആണ് ഇസ്തിആദത്ത് എന്ന് പറഞ്ഞ സാധനം. അതൊരു ശരണം വിളിയല്ല സഹോദരൻ. ശരണം എന്ന് പറഞ്ഞ അർത്ഥം വെച്ച് കണ്ട് നമ്മളതിൻ്റെ ആ ആത്മാവ് മനസ്സിലാക്കാതെ പോകരുത്. അപ്പം അതേപോലെ തന്നെയാണ് അർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പം അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാരുണ്യത്തിൻ്റെയും ഉറവിടമാണ് അള്ളാഹു. അല്ലേ, ഈ എത്രയെത്ര ചരാചരങ്ങൾ അതിൻ്റെ മക്കൾക്കും അല്ലേ, മനുഷ്യൻ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, മനുഷ്യൻ എന്തൊരു നന്മയുള്ള മനുഷ്യൻ അല്ലേ. ഒരാൾ പ്രയാസപ്പെടുന്നത് കണ്ടാൽ നമ്മളെ മനസ്സിലിടങ്ങേറുണ്ടാവും. അത് മനുഷ്യന്റെ നന്മയാണ്, കാരുണ്യമാണ്. അങ്ങനെ ഇവിടെ എത്രയെത്ര ജീവികൾ അല്ലേ. ഒരു കാക്ക ഇലക്ട്രിക് പോസ്റ്റിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ എത്രയെത്ര കാക്കകളാണ് അവിടെ വന്ന് കൂട്ടമായി കരയുന്നത്. അതൊക്കെ എന്താണ്? അതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അല്ലേ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100-1 മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ കോടാനകോടി ജീവജാലങ്ങൾ. നമ്മൾ എത്രയോ കാണുന്ന ബാക്ടീരിയ, ഇപ്പൊ ബാക്ടീരിയ ഇര പിടിക്കുന്നത് എങ്ങനെയെന്നില്ലേ, അമീബ ഇര പിടിക്കുന്നത് എങ്ങനെ? അമീബക്ക് ഇര പിടിക്കാൻ പ്രത്യേക സംവിധാനം ഉണ്ട് അല്ലേ. അത് വെച്ചിട്ടാണ് അമീബ ഇര പിടിക്കുന്നത്. ആ അമീബയുടെ ഇര പിടിക്കാനുള്ള അവയവം പോലും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അല്ലേ. അങ്ങനെ ഈ ലോകത്തെ കോടാനകോടി ചരാചരങ്ങളിൽ കാണുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആ കാരുണ്യമെന്നത് മുഴുവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെയും 100-1 മാത്രമാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ബാക്കി 99% കാരുണ്യവും അള്ളാഹു വിശ്വാസികൾക്ക് മാത്രമായി പരലോകത്തേക്ക് മാറ്റിവെച്ചതാണെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അതാണ് റഹ്മാനും റഹീമുമായ അള്ളാഹു അല്ലേ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് ഒരു പ്രവാചകന് 1400 വർഷം മുമ്പ് ആ മണലാരണ്യത്തിൽ കൊണ്ടേറ്റ് ആ നിഷ്കളങ്കരായ ഒരു കൂട്ടം സഹാബത്തിലെ ഒരു കൂട്ടം അനുചരന്മാർക്കിടയിൽ ആ പ്രവാചകനെ നിയോഗിച്ചത് എന്തിനാണ്? ലോകത്ത് എത്ര വേറെ സമൂഹങ്ങളുണ്ടായിരുന്നു. എന്തിനാണ് സഹോദരങ്ങളെ ആ മണലാരണ്യത്തിൽ കൊണ്ടേറ്റ് കുറച്ച് മനുഷ്യന്മാരുടെ നടുവിൽ ഒരു പ്രവാചകനെ അള്ളാഹു ആ കാലത്ത് കൊണ്ടുപോയി വെച്ചത്? അത്രയും സ്നേഹമുള്ളവരായിരുന്നു ആ സഹാബത്ത്. അൽ മുഹാജിരീന വൽ അൻസാർ റളിയല്ലാഹു അൻഹും, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾ എന്ന് പറയാൻ മാത്രം ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ ഒരു കൂട്ടം ആളുകൾക്കിടയിലാണ് ആ പ്രവാചകനെ അള്ളാഹു കൊണ്ടുപോയി വെച്ചത്. ആ പ്രവാചകനെ അവർ നോക്കി കണ്ടു, ആ പ്രവാചകനെ അവർ അനുഭവിച്ചു, ആ പ്രവാചകനെ അവർ അനുധാവനം ചെയ്ത് അടുത്ത തലമുറകളിലേക്ക് ആ പ്രവാചകനെ കുറിച്ച് അവർ പഠിപ്പിച്ചു കൊടുത്തു അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ഉണ്ടായിരുന്നത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കുട്ടിയായപ്പോൾ മുതൽ നബിൻ്റെ കൂടെ ഉള്ള ആളാണ് അലി റളിയല്ലാഹു അൻഹു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഹദീസ് വരുമ്പം ഏറ്റവും കുറഞ്ഞ ഹദീസുകളാണ് അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ സമയം നബിയുടെ കൂടെ നടന്ന ആളുകളല്ല. എന്തുകൊണ്ട് നബിയെ അറിയാത്ത ഒരു തലമുറക്ക് നബിനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ഹദീസ് ജനിക്കുന്നത്. ഒരു ഹദീസ് എപ്പോഴാണ് ഉണ്ടാകുക? നബിനെ അറിയാത്ത ഒരു സമൂഹത്തിന് നബിനെ കണ്ട ആളുകൾ നബിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു ഹദീസ് ജനിക്കുന്നത്. അപ്പോൾ നബിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ജീവിച്ച സഹാബത്താണ് ഏറ്റവും കൂടുതൽ ആളുകളെ കണ്ടത്. നബിയെ കാണാത്ത തലമുറയെ ഏറ്റവും കൂടുതൽ കണ്ടത് ആരാണ്? നബിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച സഹാബികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാത്തത്. കാരണം അവരാണ് നബിനെ പറ്റി അടുത്ത തലമുറക്ക് പറഞ്ഞുകൊടുത്തത്. ആ 1400 വർഷമായിട്ട് ആ കണ്ണി മുറിയാത്ത സനതുമായിട്ട് ആ ഹദീസ് ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ് സഹോദരങ്ങളെ, ആ പ്രവാചകനെ അറിയാനും മനസ്സിലാക്കാനും പാകത്തിന്. അതുകൊണ്ട് ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ആ
അള്ളാഹുവിലേക്കുള്ളൊരു യാത്ര. അതെങ്ങനെയാണ്? അത് ആ പ്രവാചകനിലൂടെ സാധ്യമാകുള്ളൂ. ആ പ്രവാചകൻ ഇറക്കിയ വഹിയിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിലേക്ക് ചെന്നെത്താൻ പറ്റുള്ളൂ. മറ്റൊരു മാർഗമില്ല. ഇവിടെ എന്താണ്? ഇവിടെ ആളുകൾക്ക് തൗഹീദിൽ പിഴവ് സംഭവിച്ചത് എവിടെയാണ് സഹോദരങ്ങളെ? അവർ തോന്നിയ വാസങ്ങളെ പിൻപറ്റി, അവർക്ക് തോന്നിയതിനെ അവർ ദൈവമാക്കി, അവർക്ക് തോന്നിയതിനെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു. മമ്പുറം തങ്ങളേന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കണതൊക്കെയാണ് മമ്പുറം തങ്ങളെ എന്നാണ്, മമ്പുറത്തെ തങ്ങളെ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ നാഗൂരാണ്ടവരെ, അജ്മീർ തങ്ങളെ, മൊയ്തീൻ ഷെയ്ഖെ എന്നൊക്കെ ആളുകൾ ജീവിതത്തിൻ്റെ അസന്നിഗ്ധ ഘട്ടങ്ങളിൽ അവരിലേക്ക് വിളികൾ ഉയരുമ്പോൾ സഹോദരങ്ങളെ, അവർ മനസ്സിലാക്കിയത് എന്താണ്? അവർ മനസ്സിലാക്കിയത് അവരുടെ വാപ്പാപ്പാപ്പമാർ അങ്ങനെ പറഞ്ഞു വന്നൊരു സമ്പ്രദായത്തെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്. അള്ളാഹുവോ റസൂലോ പ്രവാചകന്മാരോ ആ വിഷയത്തിൽ അങ്ങനെ ഒരു വഹി ഇറക്കിയിട്ടില്ല. എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കൽ പോലും ജീവിതത്തിൽ ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, അല്ലേ? ഇബ്രാഹിം നബിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഖബറിലുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഖബറിലുള്ള ആളുകളോട് സങ്കടങ്ങൾ പറയുന്ന ഒരു രീതി, അത് ഇസ്ലാമിൻ്റെ രീതിയല്ല, അത് അള്ളാഹു പഠിപ്പിച്ചതല്ല, അത് പ്രവാചകൻ പഠിപ്പിച്ചതല്ല, അത് ചില ആളുകൾ പടച്ചുണ്ടാക്കിയതാണ്. അപ്പം അതിനെ പിൻപറ്റുക എന്നതെന്ത്? അത് അള്ളാഹുവിലേക്കുള്ള മാർഗമല്ല, റൂട്ടല്ല, അത് തൗഹീദിൽ നിന്ന് അകന്നു പോകലാണ്, അത് ശിർക്കാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് സഹോദരങ്ങളെ നമ്മുടെ തൗഹീദ് ശരിയാകുക. അപ്പം അതുകൊണ്ട് നമ്മൾ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുമ്പോൾ അള്ളാഹു ആരാണ് എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിൻ്റെ ഓരോ ഗുണങ്ങളും നമുക്ക് ജീവിതത്തിൽ നൽകേണ്ട ഉൾക്കാഴ്ചകളുണ്ട്. അള്ളാഹുവിന് നമ്മൾ അങ്ങനെയാണ് അറിയാം, അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു കാരുണ്യവാനാണ്. ഞാൻ ഒരു ക്യാൻസർ പിടിച്ച് കിടക്കുകയാണ്, അല്ലേ? 4th സ്റ്റേജാണ്. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ 4th സ്റ്റേജാണ്. ഒരു ചികിത്സയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ചികിത്സയുടെ ഒരു ഫ്രെയിം ഉണ്ട്. ആ ഫ്രെയിം എന്താ നിങ്ങൾ? അത് ഈ മരണം വരെയുള്ള ഒരു ഫ്രെയിമേ നമ്മൾ കാണുള്ളൂ. സത്യത്തിൽ അങ്ങനല്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. അതിനുള്ള വിഭവ സമാഹരണം മാത്രമാണ് ദുനിയാവിലെ ഈ ചെറിയ ജീവിതം എന്ന ഒരു ശക്തമായ കാഴ്ചപ്പാട് ജീവിതത്തിൽ ഉടനീളം പുലർത്താൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ആലോചിച്ച്, നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു 10-30 ആൾക്കാർ കൂടി വയനാട്ടിലേക്ക് പോയി, എന്താ 1000 കണ്ടിയോ അങ്ങനെ പോയി ചടിച്ചു നോക്കി. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മളെ ബസ് അവിടെ നിന്നു. ഇനി നമ്മളെ ബസ് പോകൂല, ഇനി ഓല കൊട്ട ജീപ്പേ പോകുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ 30 ആൾക്കാർ നിൽക്കുകയാണ്. കൊട്ട ജീപ്പിൽ ഇങ്ങനെ 6 ആൾ പോവും. അപ്പോൾ ആദ്യത്തെ കൊട്ട ജീപ്പിൽ ഇങ്ങനെ ഒരുത്തം പോവുകയാണ്. ഓനെ നോക്കി നമ്മൾ പറയോ, ഓൻ എന്ത് ഭാഗ്യം നൽകിയ ഓഫറാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിശാലത നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, അല്ലേ? ഈ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, അല്ലേ? ഈ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാന്ന്. ഈ ആരാധന എന്താണ്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം പറയാ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം ചിന്തിക്കുക. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, അതാണ് ഇബാദത്ത്, അതാണ് പ്രാർത്ഥനയിലൂടെ നടക്കുന്നത്, അതാണ് സഹോദരങ്ങളെ. അപ്പോൾ ഒരു ദിവസം നേരം വെളുക്കുമ്പം ഇത് നിരാശപ്പെട്ട് കഴിയുന്ന അടിമകളെ വിളിച്ചിട്ട് പടച്ചോൻ പറയാണ്, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അങ്ങനെ പറയണമെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് നമ്മളോട് എത്ര ഇഷ്ടമുണ്ട്, എത്ര സ്നേഹമുണ്ട്. അതുകൊണ്ട് ഒരു നിരാശയും വേണ്ട, അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് ഈ ജീവിതം എന്നത്, അല്ലേ? ഒരു ചെറിയ മുസീബത്ത് വരുമ്പോൾ പോലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതന്നെയാണ് തൗഹീദ്. തൗഹീദ് എന്താണ് ചോദിച്ചാൽ അതാണ് തൗഹീദ്. അള്ളാഹുവുമായിട്ടുള്ള ഒരു കണക്ഷൻ, അതാണ് യഥാർത്ഥ തൗഹീദ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും നമുക്കുണ്ടാകേണ്ട മാറ്റവും അതാണ്.
അത് അള്ളാഹുവിനെ അറിയുമ്പോൾ, അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പം അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, അള്ളാഹു കരുണ കാണിക്കുന്നവനാണ്, അള്ളാഹു എല്ലാം നോക്കി കാണുന്നവനാണ്, റക്കീബാണ്, എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു CCTV ക്യാമറ അല്ലേ, ഒരു സ്ഥലത്ത് ചെന്നാൽ നിങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പം നമ്മുടെ സ്വഭാവം തന്നെ മാറും. നമ്മളെ കൂറ സ്വഭാവം പിന്നെ നമ്മൾ പുറത്തെടുക്കൂല. എന്താണ്? നമ്മൾ നിരീക്ഷണത്തിലാണ്, നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളെ ചിലപ്പം ഫോണിലുണ്ടാവും നിങ്ങളുടെ ഈ കോള് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും പറയാൻ തോന്നില്ല. ചിലർക്ക് പറയണമെന്നുണ്ടാവും, പക്ഷേ ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യണ്ടല്ലോ. സഹോദരങ്ങളെ നിങ്ങൾ നോക്കി, അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ CCTV ഓഫാക്കാൻ പറ്റൂല, അതിൽ ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റൂല, അതിൻ്റെ ഡേറ്റ് മാറ്റാൻ പറ്റൂല. ഇവിടുത്തെ പല CCTVയും സോഫ്റ്റ്വെയറിനുള്ളിൽ കയറി കണ്ട് ഡേറ്റ് മാറ്റുക, ചില സീന് ഡിലീറ്റ് ചെയ്യുക, ചില സീൻ അതിനുള്ളിൽ കയറ്റാനൊക്കെ പറ്റും. ഇവിടുത്തെ എല്ലാ തോന്നിയാസം നടക്കും ഇവിടുത്തെ CCTVയിൽ. പക്ഷേ പടച്ചോൻ്റെ CCTVയിൽ അതിലൊരു പരിപാടി നടക്കൂല, അത് ഓഫാകൂല, അത് ഇരുട്ടത്തും കാണും. അതിൻ്റെ മേലെ തുണി കൊണ്ടിട്ടാലും അത് വർക്ക് ചെയ്യും. ഇവിടെ CCTV മേലെ കറുത്ത തുണി കൊണ്ടുപോയാൽ പിന്നെ വർക്ക് ചെയ്യൂല. പടച്ചോൻ്റെ CCTVയിൽ ഒരു പരിപാടി നടക്കൂല. അതിന് തുണി കൊണ്ടിട്ടാലും അത് ഓഫാക്കിയാലും അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ എന്ത് കാട്ടിയാലും അത് വർക്ക് ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഒരു വിചാരണക്ക് ഹാജരാകേണ്ടി വരും. എന്നിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിസ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 3 വാക്കുണ്ട്, അതൊന്ന് നന്നായിട്ട് മനസ്സിരുത്തി പഠിച്ചാൽ തന്നെ മതി, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാം. 1 റബ്ബുൽ ആലമീനാണ്, 2 റഹ്മാനുർ റഹീമാണ്, 3 മാലിക് യൗമിദ്ദീനാണ്. മാലിക് യൗമിദ്ദീൻ അല്ലേ? എന്താ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ? മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ വിചാരണൻ്റെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ്. വിചാരണ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പരീക്ഷ, ഈ യൂണിവേഴ്സിറ്റി പരീക്ഷ ഉണ്ടാവുമ്പോൾ പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരാൾ വരും. യൂണിവേഴ്സിറ്റി വലിയ ഡിഗ്രി, പ്രൊഫഷണൽ ഡിഗ്രീൻ്റെ ഒക്കെ ഫൈനൽ പരീക്ഷയ്ക്ക് എന്തുണ്ടാവും? നമ്മളെ ടീച്ചറും ഉണ്ടാവും, പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ടീച്ചറും ഉണ്ടാവും. അപ്പോൾ ആൾക്കാരെപ്പോഴും ചോദിക്കുക എന്താ, നമ്മളെ ടീച്ചർ ആരാണെന്നാണ് ചോദിക്കുക. നമ്മളെ പ്രൊഫസർമാരിൽ നിന്ന് ഏത് പ്രൊഫസറാണ് പരീക്ഷയ്ക്ക് ഇരിക്കണമെന്ന്. അത് എന്തിനാണ്? നമ്മളോട് സോഫ്റ്റ്നെസ് ഉള്ള ആളാണോ നോക്കാൻ വേണ്ടി. ഇപ്പം നമ്മളെ സാറ് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പം ഇഷ്ടമുള്ളൊരു സാറാണെങ്കിൽ എന്താണ്? ഇഷ്ടമുള്ള സാറാണ്. നമ്മളെ സാറന്മാർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ക്ലാസ് എടുക്കുമ്പം ഇടങ്ങേറുള്ള ചോദ്യങ്ങൾ എപ്പോഴും ക്ലാസ്സിൻ്റെ അവസാനം ഒരു 5 എണ്ണം ചോദിക്കും. അതെല്ലാ ക്ലാസ്സിലും ഒരു 5 എണ്ണം അങ്ങനെ സ്ഥിരമായിട്ട് ചോദിച്ചു കൊടുക്കും. അപ്പോൾ അത് ചോദിച്ച് എല്ലാവരും ഇത് പഠിച്ചു. ഇതെന്തിനാ അറിയങ്ങൾ? ഈ ഫൈനൽ യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുമ്പോൾ ഈ പുറത്തുനിന്ന് വന്ന ആൾ കുറേ ചോദ്യം ചോദിച്ച് നമ്മൾ തളർത്തി നമ്മളിങ്ങനെ മൂന്നിടക്കുകയാണെങ്കിൽ ഈ പ്രൊഫസർ ഈ ചോദ്യം ചോദിക്കും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യക്കാരം, പക്ഷേ എല്ലാ ക്ലാസ്സിലും ചോദിച്ചുകൊണ്ട് ഇത് കാണാപ്പാടേക്കാരം. അപ്പോൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുമ്പം എന്ത് ചെയ്യും? മറ്റേ ഇപ്പോൾ ആൾ തിരക്കിടില്ലല്ലോ. അങ്ങനെ നമ്മളെ പൊക്കിയെടുക്കുന്ന പ്രൊഫസർമാരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ എത്ര വട്ടാണ് മാലിക് യൗമിദ്ദീൻ പറയണത്? ആരോടാ പറയണത്? പടച്ചോനോടാ പറയണത്. എന്താണ്? വിചാരണ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. ആരാണ് ആ ഉടമസ്ഥൻ? അത് പടച്ചോനാണ്. ഏത് പടച്ചോൻ? നമ്മൾ ഒരു ദിവസം 17 പ്രാവശ്യം ഫാത്തിഹ പടച്ചോന്റെ മുമ്പിൽ നിന്ന് ചെല്ലണേ. ആ പടച്ചോന്റെ മുമ്പിക്കാണ് നമുക്ക് വിചാരണക്ക് പോവാല്ലേ. എന്തിനാണ് ബേജാറാകണേ? നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും വിളിക്കുന്ന ആ പടച്ചോൻ എല്ലാ കാര്യം അല്ലേ. ചില രാത്രിയാകാൻ വിശ്വാസിക്ക് ഇഷ്ടമാണ്. എന്താണ് രാത്രിയാകണം? എന്തിനാണ്? രാത്രിയുടെ അവസാന യാമാവുമ്പം എൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്നാം ആകാശത്തേക്ക് എൻ്റെ റബ്ബ് ഇറങ്ങി വരും. ആർക്കാണ് പ്രശ്നമുള്ളതെന്ന് ചോദിക്കും. ആ പ്രശ്നങ്ങളൊക്കെ പടച്ചോൻ കേട്ട് പരിഹരിക്കും അല്ലേ. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകാൻ വേണ്ടി ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറയുമ്പം ഒരു മഗ്‌രിബ് ആവുമ്പം വിശ്വാസിക്ക് പ്രതീക്ഷയാണ്. ഇന്ന് എൻ്റെ പടച്ചോനോട് പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലേ. അദാലത്തിന് പോകൂലേ നമ്മൾ? കുറേ പരാതിയായിട്ട് മന്ത്രിനെ കാണാൻ പോകും. ഒരു മന്ത്രി വരുമ്പോൾ ആൾക്കാരൊക്കെ കൂടി നിൽക്കണം. എന്തിനാണ്? അതൊന്നുമില്ല, വെറുതെ പേപ്പർ എഴുതി വേസ്റ്റിക്കിടുള്ളൂ. അതിനാണ് അവിടെ പോയി തല്ലുണ്ടാക്കുന്നത്. ഇത് ഒന്നാം ആകാശത്തേക്ക് പടച്ചോൻ ഇറങ്ങി എന്നും ഓരോ സൂര്യാസ്തമയവും വിശ്വാസിക്ക് പ്രതീക്ഷയാണ്. അള്ളാഹു ഇറങ്ങി വരുമ്പോൾ പറഞ്ഞാൽ മതി. ആ നേരത്തൊന്ന് നീ ചൊല്ലുണ്ടാക്കിയിട്ട് 1-2 കണ്ണീര് വന്നിട്ട് പറഞ്ഞാൽ മതി. സഹോദരങ്ങളെ, 5 കായിൻ്റെ ചെലവില്ല. ഓരോ ദിവസവും ഓരോ സൂര്യോദയം വിശ്വാസിക്ക് പ്രതീക്ഷയാണ്. എന്താണ്? ഇന്നലെ പോട്ടെ, ഇന്നലെ കഴിഞ്ഞു, ഇന്നെങ്കിലും ഞാൻ എൻ്റെ റബ്ബിനെ ദേഷ്യപ്പെടുത്തുന്ന കോപിഷ്ഠനാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യൂല. മാത്രമല്ല എൻ്റെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ കുറേ ചെയ്യും എന്ന് ഒരു രാവിലെ നിങ്ങൾ തീരുമാനിച്ച സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ വൈബ് മാറും.
ജീവിതത്തിന്റെ ഫ്രീക്വൻസി മാറും. അതാണ് അള്ളാഹുവിനെ അറിഞ്ഞ ജീവിതം, അള്ളാഹുവിലേക്ക് ഒരു ബന്ധം സ്ഥാപിച്ച ജീവിതമാണ്. ആ ജീവിതത്തിൽ മരുവോളെ പ്രയാസപ്പെടുത്താൻ ഒരമ്മായിമ്മക്ക് കഴിയില്ല അല്ലേ? എത്ര ഇതിലെ ഇപ്പോൾ എന്താണ് മരുവോള് ഞാൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങി വരണോന്നാണ്. ഏത് ഓള് കുട്ടീനെ പഠിപ്പിച്ചാൻ വേണ്ടി മേലെ റൂമുക്ക് പറഞ്ഞിട്ടാണ് പോയതാണ്. ഓളിപ്പോൾ ഏശ കഴിഞ്ഞിട്ടും താഴത്തേക്ക് വരുന്നില്ല. ചോറെടുക്കാനും പാത്രം കേൾക്കാനും ഓള് വരുന്നില്ല. ഓളെന്താ വരാത്തത്? ഓള് വരാത്തതിന് കാരണമുണ്ട് സഹോദരങ്ങളെ. അവിടെ വന്നാൽ കുത്തു കേൾക്കാൻ ഓക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ. ആ ഇറങ്ങി വരാനുള്ളൊരു സാഹചര്യം മരുവൾക്ക് തോന്നണമെങ്കിൽ ഞാൻ എന്തിനിറങ്ങി വരണം അല്ലേ? അങ്ങനെയാണ് ആലോചിക്കണേ. ഞാൻ ഇപ്പോൾ അവിടെ ചെന്നിട്ട് എന്താണ് ഓരെന്ത്, അല്ലെങ്കിൽ ചില ആൾക്കാരെന്താ ഇപ്പം മാപ്പിള പറയും ഇജ്ജാണ് പൊയ്ക്കോ തൽക്കാലം, ഉമ്മപ്പം എന്താ വിചാരിച്ച അജ്ജാണ് പൊയ്ക്കളാ. സഹോദരങ്ങളെ, അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണ്ട. നമ്മളാകെ എന്ത് വിചാരിക്കും, ഞാൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടില്ലെങ്കിൽ എൻ്റെ റബ്ബ് എന്ത് വിചാരിക്കും. അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ് നല്ലൊരു ബന്ധം. എല്ലാവരും നിങ്ങൾക്ക് അള്ളാൻ്റെ റസൂലിൻ്റെ റസൂലിനെ പറ്റി എന്താ വിചാരിച്ചാൽ നിങ്ങൾ? ഓരോ സഹാബിയും വിചാരിക്കാണ് എന്നെയാണ് നബി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ പെരുമാറാൻ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തുറന്നുകൊണ്ട് പെരുമാറാൻ ഒരു വിശ്വാസിയോട് മറ്റൊരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. വിശ്വാസികൾ